സ്കൂൾ വിദ്യാർത്ഥികളോടും അധ്യാപകനോടും ലഹരി ഉപയോഗിച്ച് 18കാരന്റെ പരാക്രമം നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സ്കൂളിൽ അക്രമം നടത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത അയിരൂർ ഇലകമൺ തേരിക്കക്കുന്ന് സ്വദേശിയായ ചരുവിള വീട്ടിൽ 18 വയസ്സുള്ള രഞ്ജിത്ത് എന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വർക്കല ഹരിഹരപുരം സെന്റ് തോമസ് UP സ്കൂളിൽ ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. 2 യുവാക്കളോടൊപ്പം ബൈക്കിൽ സ്കൂളിന്റെ മുൻവശത്ത് വന്നിറങ്ങുകയായിരുന്നു അക്രമി. സ്കൂൾ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി കുട്ടികളുമായി പുറത്തേക്ക് പോകാൻ തയ്യാറായി നിന്ന കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഉച്ചത്തിൽ അലറി വിളിക്കുകയും ചെയ്തതോടെ കുട്ടികൾ ആകെ ഭയന്നുവിറച്ചു. ഇത് കണ്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇറങ്ങി വന്ന് യുവാവിന് താക്കീത് നൽകുകയും പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ യുവാവ് ഹെഡ് മാസ്റ്ററെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് യുവാവ് സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി ജനലുകളിലും വാതിലുകളിലും ശക്തിയായി അടിച്ച് ശബ്ദമുണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെ നാട്ടുകാർ ഒത്തുകൂടി. തുടർന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി അയിരൂർ പോലീസിനെ കൈമാറുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റ സ്കൂൾ ഹെഡ് മാസ്റ്റർ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് ഒരു 4 മണിയായപ്പോഴേക്കും ഒരു പയ്യൻ 4 മണിക്ക് മുമ്പായിട്ട് ഒരു പയ്യൻ ഒത്തിരി ലഹരിയുടെ തരത്തിൽ ബോധമില്ലാതെ സ്കൂളിൻ്റെ ഭാഗങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് അവനെ പറഞ്ഞു വിട്ട്, 2 തവണ പറഞ്ഞു വിട്ട്. മൂന്നാമത് നമ്മുടെ സ്കൂൾ വിടുന്ന സമയത്ത് വണ്ടിയിൽ കുട്ടികൾ കയറിയതിന് ശേഷം ഇവൻ ഓടി വന്ന് ആ കാറിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും അതിൻ്റെ അകത്തിരുന്ന പിള്ളേരുടെ ബാഗുകൾ വലിച്ചു പിടിക്കാൻ നോക്കുകയും ചെയ്തു. ഇത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് അവിടെ എന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഞാനും അതിനുമായിട്ട് ഉപദ്രവിച്ച് എന്നെ കുറച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ട് പിള്ളേരെല്ലാം പേടിച്ച് എല്ലാവരും സ്കൂളിനകത്തേക്ക് കയറി സ്കൂളിൻ്റെ വാതിലെല്ലാം അങ്ങ് അടച്ചതിന് ശേഷം ഞാൻ അല്പം ദൂരം ഈ അടി കാരണം ഞാൻ അല്പം ദൂരം മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഈ സ്കൂളിൻ്റെ ഓരോ ജനലും വാതിലും വന്ന് ചവിട്ടി തുറക്കാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് കുറച്ച് ആൾക്കാർ വന്ന സമയത്ത് ഇവിടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടി റോട്ടിലോട്ട് പോയി. റോട്ടിൽ വെച്ച് ആൾക്കാരെല്ലാവരും കൂടെ പിടിച്ചു. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സംഭവമായി. കുട്ടികളെല്ലാം പേടിക്കുകയും നമുക്ക് ദേഹോപദ്രവേൽക്കുകയൊക്കെ ചെയ്തതോട് കൂടുതൽ ഭീതി ഉണ്ടായി. ഇത് ആണ് ഇന്ന് സംഭവിച്ചത്. സെന്റ് തോമസ് ചർച്ച് ഹരിഹരപുരയിലുള്ള പാരിഷ് ധനകാര്യ സമിതി സെക്രട്ടറിയാണ്. ഞാൻ റിട്ടയർഡ് HM കൂടിയാണ്. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. ഞങ്ങളുടെ ചർച്ചിൻ്റെ സ്കൂളിലെ എയ്ഡഡ് സ്കൂളാണ്, അവിടുത്തെ HM ആണ്. വളരെ പ്രയാസകരമായൊരു വാർത്തയാണ് കേട്ടത്. കാര്യം പുള്ളി ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞു വളരെ ക്ഷീണിതനായിരിക്കുന്നവരാണ്. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പോലും ഡോക്ടേഴ്സ് എടുത്തപ്പോൾ പുള്ളിയുടെ BP ലെവലും ECG ഒക്കെ വളരെ മോശം കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പുള്ളി നന്നായി ഭയപ്പെട്ടിട്ടുണ്ട്. ശാരീരികമായിട്ട് ഒത്തിരി ഉപദ്രവം നേരിട്ടുണ്ട്. അപ്പം ഈ മയക്കുമരുന്നും ഇതുപോലുള്ള ലഹരിക്ക് പുള്ളി ബോധാവസ്ഥയിലല്ല. എവിടെയാണ് വന്നതെന്ന് തിരിച്ചറിയ പോലും ഇല്ലാതെ കുട്ടികളെ കയറ്റിയ വാഹനം ഇടിച്ച് ഗ്ലാസ് പൊട്ടിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്കൂളിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അത് തടയാനായിട്ട് ചെന്ന ഈ പാവ മനുഷ്യനെയാണ് ഉപദ്രവിച്ചത്. വളരെ ഇത്തരത്തിലുള്ള ഈ എനിക്ക് തോന്നുന്ന ആനുകാലിക സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ മയക്കുമരുന്നിന്റെ ഒരു ഭീകരത വളരെ ഇതായിട്ട്, പ്രത്യേകിച്ച് ഒഴിഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ പള്ളി പരിസരം എന്ന് പറയുന്നത്. വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. പല ആൾക്കാരും അൺടൈമിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പള്ളിത്തൊടിയിലോ ഈ സ്ഥലങ്ങളിലോ ഒക്കെ വന്ന് ഇതുപോലെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ശീലമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് സംഭവിച്ചത്. കാരണം ഈ HMമായോ ഈ പുള്ളിയായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് ചെയ്തത് മയക്കുമരുന്നിന്റെ 100% ഒരു പ്രേരണയിലാണ്, അല്ലെങ്കിൽ അതിന്റെ അഡിക്റ്റ് ആയിട്ടാണ് എന്നുള്ളതിൽ വേറെ കാര്യമില്ല. ഹൃദ്രോഗി കൂടിയായ അധ്യാപകന്റെ പരാതിയിൽ അയിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അയിരൂർ SHO ശ്യാം വ്യക്തമാക്കി. BK ന്യൂസ് വർക്കല.